നമസ്കാരം. 2 അതിലധികമോ വർഷമായി നിങ്ങളുടെ കൺസ്ട്രക്ഷൻ പ്രൊജക്ട് സ്റ്റക്കായി നിൽക്കുകയാണോ? എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. മന്ത്ലി ഇൻട്രസ്റ്റ് EMI നിങ്ങളെ മാനസികമായി അസ്വസ്ഥമാക്കുന്നുണ്ടോ? കോൺട്രാക്ടർ മാറിയിട്ടും കാര്യങ്ങൾ നേരെയാവുന്നില്ലേ? ക്യാഷ് ഫ്ലോ പ്ലാൻ ഇല്ലാതെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ജോയിന്റ് വെഞ്ചറിലെ പാർട്ട്ണർ തീരുമാനങ്ങൾ വൈകി പോകുന്നുണ്ടോ? സൈറ്റിലേക്ക് പോകാൻ പോലും തോന്നുന്നില്ലേ? നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടോ? സാമ്പത്തികമായും മാനസികമായും വ്യക്തിബന്ധങ്ങളിലേക്കും ഈ പ്രശ്നങ്ങൾ നീളുമ്പോൾ ഇതിന് ഒരു പരിഹാരം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഡിലേ കൂടുന്തോറും കോസ്റ്റ് കൂടുക മാത്രമാണ് ചെയ്യുന്നത്. പലരും കരുതുന്നത് പെർമിറ്റ് കിട്ടി, NOC കിട്ടി, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി, അതുകൊണ്ട് പ്രൊജക്ട് വളരെ സ്മൂത്തായി മുന്നോട്ട് പോകുമെന്നാണ്. മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പെർമിറ്റുകൾ ഒരു ലീഗൽ ഡോക്യുമെന്റ് മാത്രമാണ്, അല്ലെങ്കിൽ അത് എക്സിക്യൂഷൻ ക്ലിയറൻസ് അല്ല. ഒരു പ്രൊജക്ട് നിന്നു പോകുന്നത് പലവിധ കാരണങ്ങളാലാണ്. പെർമിറ്റും മറ്റ് അപ്രൂവലുകളും ഒക്കെ കിട്ടിയപ്പോൾ ഓവർ കോൺഫിഡൻസ് വന്നു. തെറ്റായ കോൺട്രാക്ടിങ്, മൺസൂൺ കാലത്തെക്കുറിച്ചുള്ള പ്ലാനിംഗ് ഇല്ലായ്മ, ഇത് ചെറിയ പ്രൊജക്റ്റ് അല്ലേ, ഇതൊന്നും പ്രശ്നമില്ല എന്നൊരു ചിന്താഗതി, യാതൊരു സിസ്റ്റമും ഡോക്യുമെന്റും ഇല്ലാതെ വിശ്വാസത്തിന്റെ പുറത്തുള്ള ജോയിന്റ് വെഞ്ചർ, കൃത്യമായ ഒരു എക്സിറ്റ് പ്ലാൻ ഇല്ലാതിരുന്നത്, ഇവയെല്ലാം കൂടി ചേരുമ്പോൾ പ്രൊജക്ട് സ്ലോയാകും, പയ്യെ നിൽക്കും, നഷ്ടം ദിവസേന കൂടിക്കൊണ്ടേയിരിക്കും. ഈ വീഡിയോ നിങ്ങളെ അസ്വസ്ഥരാക്കുന്നുവെങ്കിൽ ഇത് നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നിങ്ങളുടെ പ്രൊജക്ട് ഡിലേ ആയിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രൊജക്ട് ഓൾറെഡി പ്രശ്നത്തിലാണ്. ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. സമാനമായി കേരളത്തിൽ ആയിരക്കണക്കിന് പ്രൊജക്ടുകൾ ഇതുപോലെ സ്റ്റക്കായി പോയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ 10,000-കണക്കിന് പ്രൊജക്ടുകളാണ് സ്റ്റക്കായി പോയിരിക്കുന്നത്. ഇന്ത്യയിലാകമാനം ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പ്രൊജക്ടുകൾ സ്റ്റക്കായി പോയിട്ടുണ്ട്. ഇതുപോലെ സ്റ്റക്കായ പ്രൊജക്ടുകൾ ഉണ്ടെങ്കിൽ അത് സൈറ്റിന്റെയോ മറ്റെന്തിന്റെയോ പ്രശ്നമല്ല, അത് ഡിസിഷന്റെ പ്രശ്നം മാത്രമാണ്. നിങ്ങൾക്ക് ഇതുപോലൊരു പ്രൊജക്ട് ഉണ്ടെങ്കിൽ ഒറ്റയൊരു ചോദ്യം മാത്രം, ഇത് എത്ര കാലം തുടരും? 2 വർഷം, 3 വർഷം, 5 വർഷം, 7 വർഷം? അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ നഷ്ടങ്ങൾ കൂടുകയല്ലാതെ പ്രശ്നങ്ങൾ കുറയില്ല. അതോ ഇന്ന് തന്നെ ഇതിന് ഒരു ക്ലാരിറ്റി എടുക്കുന്നു? കൺസ്ട്രക്ഷൻ, റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ 30 വർഷത്തെ അനുഭവ സമ്പത്തുള്ള മുദ്ര ഇന്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ഇത്തരത്തിലുള്ള പ്രൊജക്ടുകൾക്കായി സ്റ്റക്ക് പ്രൊജക്ട് അഡ്വൈസറി സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രൊജക്ടുകൾ റീസ്റ്റാർട്ട് ചെയ്യുവാനുള്ള അഡ്വൈസ് അല്ല കൊടുക്കുന്നത്. നിർമ്മാണം കണ്ടിന്യൂ ചെയ്യണോ, സ്റ്റോപ്പ് ചെയ്യണോ, എക്സിറ്റ് ചെയ്യണോ എന്നുള്ളതിനുള്ള ക്ലാരിറ്റിയാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ പ്രൊജക്ടിനെ രക്ഷിക്കാമെന്ന് ഞാൻ പ്രോമിസ് തരുന്നില്ല, പക്ഷേ നിങ്ങളുടെ പ്രൊജക്ട് എങ്ങനെ രക്ഷിക്കുമെന്ന് ഞാൻ ക്ലാരിറ്റി തരികയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുന്ന സ്റ്റക്ക് പ്രൊജക്ട് അഡ്വൈസറിയുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാം.